ഹായ് ഫ്രണ്ട്സ്, അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കുമൊക്കെ നിയമവിരുദ്ധമായി കുടിയേറി പാർത്തവർ ചങ്ങലക്കിട്ടും അല്ലാതെയുമൊക്കെ മടങ്ങിയെത്തുമ്പോൾ BJP ഗവൺമെന്റിന്റെ CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകുന്നു. മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല. ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യ പൗരത്വം നൽകുന്നത്? ആദ്യം ഇന്ത്യൻ പൗരന്മാർക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് പോകുന്നത്? അവിടെ IAS ജോലി ചെയ്യാൻ പോവല്ല, അവിടെ പാത്രം കഴുകാനും നിലം തുടയ്ക്കാനും കക്കൂസ് കഴുകാനൊക്കെയാണ് പോകുന്നത്. അവിടെ നല്ല സാലറിയും കിട്ടും. ഇവിടെ നിൽക്കാൻ ഗതിയിലാണ്ടല്ലേ അങ്ങോട്ട് പോണത്. അങ്ങനെയുള്ളവർ കൂട്ടത്തോടെ മടങ്ങി വരുമ്പോൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറി പാർത്തുള്ള കാര്യങ്ങൾ ഓർക്കേണ്ടതല്ലേ? അവരെ മടക്കി അയക്കണം, തീർച്ചയായിട്ടും. അത് ഏത് രാജ്യമാണെങ്കിലും. ഒരുപക്ഷെ ബംഗാളിലും മറ്റുമുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാര് എത്ര പേരുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടെ? ലക്ഷക്കണക്കിനാ, 100അല്ല. അവിടെ നിന്ന് പിന്നെ കേരളത്തിലേക്ക് മറ്റുമൊക്കെ പണിക്കായിട്ട് അവർ വരിക, ബംഗാളിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട്. പലരും ബംഗ്ലാദേശിലൊക്കെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികളാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ അവരിങ്ങനെ അക്രമാസക്തരാവുകയും പല കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങോട്ട് കുടിയേറി പാർക്കുന്നു. പിന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവർ പലായനം ചെയ്യുന്നു. എവിടെയെങ്കിലുമൊക്കെ പറ്റിക്കൂടി അവർ ജോലി എടുത്ത് ജീവിക്കുന്നു. അപ്പോൾ അതിനൊരു അറുതി വരുത്തുകയാണ് ഇന്ത്യ ആദ്യം ചെയ്യേണ്ടത്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം 8 കോടിയിലേറെ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു? അഭയാർത്ഥികൾ എത്തുന്നവർക്ക് അത് നമ്മൾ വോട്ടർ ID കൊടുക്കും, അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം കിട്ടും. അപ്പോൾ നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. പിന്നെ റേഷൻ കാർഡായി, ആ സമയത്ത് റേഷനായി അവർ ഇന്ത്യയുടെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ബാധയാണ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല, തീർച്ചയായും മടക്കി അയക്കുക തന്നെ വേണം. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ, പണിയെടുക്കാൻ, തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എവിടെ? ഇതൊക്കെ ആരോട് പറയാൻ? കേളുക ഭാരതമേ.